അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഞങ്ങള് മടവൂര് CM സെന്ററിൽ നിന്ന് ഞങ്ങളിതാ സിയാറത്തിന് അജ്മീറിലേക്ക്. അപ്പോൾ അഹമ്മദാബാദ് ഇറങ്ങിയിട്ടുണ്ട്. അഹമ്മദാബാദിൽ നിന്ന് ഞങ്ങൾ ജസ്റ്റ് ഇവിടെയുള്ള കുറച്ച് ദർഗകളും സൂ ഒക്കെ കണ്ടിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇന്ന് രാത്രി അജ്മീറിലേക്ക് തിരിക്കും. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ ഞങ്ങൾ അജ്മീറിലെത്തും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. വലിയൊരു റെയിൽവേ സ്റ്റേഷനിലാണ് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ. നമ്മളിതാ ബസ് കയറാൻ പോവാണ്. ഇപ്പോൾ റോഡ് മുറിച്ചിട്ട് വേണം ബസ് കറക്കാൻ. ബസ് കയറാൻ. ഓ മുനീബ്, ആ കാണുന്ന പച്ച ബസ്സാണെന്നാ തോന്നുന്നത് നമ്മളെ ബസ്. ആ അതന്നെ അതന്നെ, എല്ലാവരും അങ്ങോട്ടാ പോകുന്നത്. ഏതായാലും നമ്മളാട്ട് പോവാ. ഓട്ടോക്കാരെ എന്താ എഴുതിച്ചേ? ടൂറിസ്റ്റ് എഴുതിച്ച ടൂറിസ്റ്റ്. എല്ലാവരും ബസ് കയറുകയാണ്. ഉസ്താദുമാരാണ്. ഷറഫ് ഉസ്താദ്, അതുപോലെ തന്നെ നമ്മളെ ഖാദർ ഉസ്താദ്, പിന്നെ സാദിഖ് ഉസ്താദ്. നമ്മളെ സിയാറത്തിലേക്ക് വന്ന മറ്റൊരു മഹാമനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫി. അങ്ങനെ നമ്മളെടുത്തി അറിയാം ബസ് കയറിയിട്ടുണ്ട്. അഹമ്മദാബാദ് നമ്മളെ ഫ്രണ്ട്സ് ആണ് നോക്കുക. പിന്നെ ഇന്ന് രാത്രി നമ്മൾ അജ്മീറിലേക്ക് പോകാം. അന്ന് രാത്രി ഞങ്ങൾ 8 മണിക്ക് അജ്മീറിലേക്ക് പോകും. അഹമ്മദാബാദ് അസർബാൽ ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് പോകും. പിന്നെ ബസ്സിലൊക്കെ ഫുൾ ആൾക്കാരൊക്കെ കുത്തിരിയൊക്കെ പോകാം. എനിക്ക് മാത്രം സീറ്റ് കിട്ടിയില്ല. എന്താണ് നമ്മള് സിയാറത്തിന്റെ ഒരു അഭിപ്രായം? നല്ല അടിപൊളി ബസ്സൊക്കെ കിണ്ണം കാഴ്ച പോലുള്ള ബസ്സാണ്. ഇത്ര പോലുള്ള ബസ് ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുമെന്ന് സംശയമാണ്. നല്ല പുഷ്പയൊക്കെ സീറ്റുള്ള ബസ്സാണെന്നൊക്കെയാണ് കേട്ടത്. എല്ലാവരും നോക്ക്. ഓട്ടോ ചോദിച്ചാൽ തന്നെ വ്യാപയില്ലേ? ഗുജറാത്തിൽ പൊടികളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഒന്നെന്താ വെച്ചാൽ എന്താ പറയാ, ഈ ബസ്സിൽ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. ചിലപ്പോ ചവിട്ടുമ്പോ അടിക്കണം പോയിക്കാളും. അത്രയും പേടി നടക്കണം. ബസ്സിന്റെ അവസ്ഥ ഇവിടെയൊക്കെ പറയുന്നത്. എല്ലാരും നോക്കി കുത്തിരുന്നോളി. പാമ്പറ്റുണ്ടോ ഇവിടെ? പട്ടിമുദ്രയുണ്ടോ? ഷാഹ് ദർഗയിൽ എത്തിയിരിക്കുന്നു. എല്ലാരും ഇറങ്ങാൻ പോവാണ്. എടാ വേറങ്ങിതാ സ്ഥലത്തി ഇനി എണീക്ക് എന്നാലും ഇറങ്ങാൻ പറ്റൂ. നമ്മള് ജസ്റ്റ് മക്കാം സിയാറത്ത് കഴിഞ്ഞ് വരും. ഇതാണ് നമ്മളെ ഡ്രൈവർ അല്ലേ? എന്താണ് പേര്? സ്വാലിയോ? സാലി ആലം അല്ലേ? ദർഗ അതല്ല, ആപ്കാ നാം? മുഹമ്മദ് സജാദ്. സുഹൈൽ. മുഹമ്മദ് സുഹൈൽ, മുഹമ്മദ് സജാദ്, രണ്ടാളുകളാണ് നമ്മുടെ ഡ്രൈവറും ക്ലീനറുമാണ്. ഓക്കെ. ബാക്കി സാന്ദർഭികമായിട്ട് എന്താക്കാം നമ്മൾ പരിചയപ്പെടാം. മലയാളം മനസ്സിലാവോ? മലയാളം മാലു ഓ ഒലിക്ക് മലയാളം എനിക്ക് ഹിന്ദി അറിയില്ല. ആയിക്കോട്ടെ. സമാധ ട്രൗസർ കാണിക്കില്ല, വീഡിയോ ഉണ്ട്. ആ നാട്ടില് നമ്മൾ പോയിട്ട് ഷാഹ് ആലം ദർഗ. അഹമ്മദാബാദിൽ ആദ്യമായിട്ടാണ്. ഇതെന്താ ബിരിയാണിയോ? അടി കിട്ടുന്നത് രണ്ടാമൊക്കെ. വാ ഓ ശാലം
ദർഗാ നായിക്കു വായിക്കാത്ത പ്രശ്നം. ചെരുപ്പ് അയച്ചേക്കേണ്ടി വരും, ചെരുപ്പ് കഴിച്ചേക്കേണ്ടി വരും. എടാ ചെരുപ്പ് പോവോ? ചെരുപ്പ് അയച്ചാ പോവോ? പോകാൻ സാധ്യത ഉണ്ടോ? ഈ ചെരുപ്പ് എടുക്കാനുള്ള പ്രശ്നമല്ല, പൈസന്റെ ചെരുപ്പാ. മാഷാ അല്ലാ, നല്ല അടിപൊളി, നല്ല പ്രൈസാണ്. ഷാഹ് ആലം തങ്ങളെ ദർഗയാണിത്. ഷാലം തങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ സൂഫി വര്യനും അതുപോലെ തന്നെ ആഷിഖ് റസൂലൊക്കെ ആയിരുന്നു ഷാഹ് തങ്ങൾ. ഒരിക്കലും ഷാഹ് തങ്ങൾ സുഖമില്ലാണ്ടായി 2 ദിവസം ദർസിന് പോയില്ലായിരുന്നു. അപ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് ദർസ് എടുത്ത് കൊടുത്തു എന്നാണ് ചരിത്രങ്ങളിൽ പറയുന്നത്. അപ്പോൾ അത്ര പവറുള്ള വലിയൊരു മക്കാമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ പോവാണ്. അവിടുന്ന് ഈ ഫാത്തിഹ ഓതി ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നല്ല പിരിയും. മക്കാമിൻ്റെ ഉള്ളോട്ട് ക്യാമറ കയറ്റാൻ ശ്രമിച്ചു, പക്ഷേ അവിടുത്തെ ആളുകൾ പറഞ്ഞ് ക്യാമറ എടുക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഉള്ളത്തെ വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അൽഹംദുലില്ലാ അവിടെ പോയി നമ്മൾ യാസീനെ പോയി ദുആ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വർക്കത്തുള്ള അല്ലെങ്കിൽ വലിയ കറാമത്തുകളുള്ള മഹാനാണ് ഷാഹ് തങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് നേരിട്ട് ദർസ് നടത്തിയിട്ടുണ്ട്. ഷാഹ് തങ്ങൾ 2 ദിവസം രോഗിയായിട്ട് കിടന്ന സമയത്ത് ദർസ് നടന്നിട്ടില്ല. ആ സമയത്ത് ദർസ് നടന്നില്ല, ഷാഹ് തങ്ങൾ ദർസ് നടത്തിയിട്ടില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം ഷാഹ് തങ്ങൾ പോയ സമയത്ത് കുട്ടികളോട് ചോദിച്ചു എവിടെ നിന്ന് എടുക്കാനുള്ള ചോദിച്ചപ്പോൾ 2 പേജ് അപ്പുറത്തു നിന്നാണ് പറഞ്ഞത്. അതായത് 2 പേജ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് കുട്ടികൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഷാഹ് തങ്ങൾ ചോദിച്ചു ഈ 2 പേജ് ഞാൻ എടുത്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഷാഹ് തങ്ങൾ പറഞ്ഞ്, കുട്ടികൾ ഷാഹ് തങ്ങളോട് പറഞ്ഞ് വേറെ ആരോ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ക്ലാസ് എടുത്തത് എന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്രയേറെ വലിയ പവറുള്ള ഒരു മഹാനാണ് ഷാഹ് തങ്ങൾ. അപ്പോൾ കഴിഞ്ഞവർക്ക് അഹമ്മദാബാദിൽ വരികയാണെങ്കിൽ എന്തായാലും ഷാഹ് തങ്ങളെ മക്ബറ സിയാറത്ത് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയുടെ വരും. നേരത്തെ നമ്മൾ വീഡിയോ പറഞ്ഞതുപോലെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ദർസ് എടുത്ത് കൊടുത്ത കട്ടിലാണിത്. ആ കട്ടിലാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ പള്ളി ഉയർത്ത് നിസ്കരിക്കാനുള്ള സൗകര്യം കൊണ്ട് കൊള്ളാണ്. പിന്നെ ഷാഹ് തങ്ങൾ ഈ ഒരു എന്താ പറയുക പരമ്പരയായിട്ടായിരിക്കും ഇവിടെ ദർസൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴും ദർസുകൾ നടക്കുന്നുണ്ട്. മാഷാ അല്ലാഹ് ദർസിലെ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ഉസ്താദ് दो लाइन बोल. माशाअल्लाह अल्हम्दुलिल्लाह फैज़ान सिराजुद्दीन शाह आलम सरकार के जो उनके ज़माने से जो मदरसा चल रहा था वो अल्हम्दुलिल्लाह यहाँ पे तदरीस करने की मुझे सआदत हासिल हुई है कि हमारे केरला से इस्लामी भाई आए हैं. माशाअल्लाह माशाअल्लाह माशाअल्लाह. अल्लाह इनकी हाज़िरी को कबूल फरमाए. माशाअल्लाह आमीन. आप सब भी हमारे लिए भी दुआ कीजिएगा. इंशाअल्लाह 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 इंशाअल्लाह. बेटा बेटा മാഷാഅല്ലാഹ് നല്ലൊരു ഖുർആൻ പഠിപ്പിക്കേണ്ട അതുപോലെ തന്നെ മറ്റ് ഇസ്ലാമിക വിഷയങ്ങളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ ദർസിസ്റ്റ് അല്ല, എന്നാലും അതിൻ്റെതായ ഒരു ടേസ്റ്റിലാണ് ഇവിടെ സബ്ക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. नाम क्या? रेहान. माशाअल्लाह. नाम क्या? जिशान. हमदान. जियान. है रहान. शाहनवाज. माशाअल्लाह माशाअल्लाह. नाम क्या? आतिफ.
ഹുസൈൻ മാഷാ അല്ലാ. شان ഷാൻ, زيد സെയ്ദ്, محمد മുഹമ്മദ്. വാട്ട്? ഫേദ്, ഫഹദ്, ഫൈസ്, ഫൈസ്. ഓ മാഷാ അല്ലാ, മാഷാ അല്ലാ. ഓക്കെ ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. അപ്പുറത്ത് പേര് വെച്ചോ. सरकार की इबादत का भी चिल्ला था और സല്ലല്ലാഹു അലൈഹി വസല്ലം. जस्ट ये गुंबद दिख रहा है ना, ऐसे सामने भी गुंबद है, गुंबद के नीचे ही ഇൻഷാ അല്ലാ. जी जी दुआओं दुआ में करो, रखिएगा। इंशाअल्लाह। आपका नाम? അൻസിൽ റഹ്മാൻ. अंसिफ रहमान। क्या बात है, മാഷാഅല്ലാ. दुआ कीजिएगा हमारे लिए भी, ठीक है? हम मुसाफिर है, मुसाफिरों की दुआ कबूल है, इंशाअल्लाह। ठीक है? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. सलाम। ഓ നരേന്ദ്രമോദിയുടെ നാട്ടിലൊക്കെ അഹമ്മദാബാദ് മോഡൽ റോഡ് മെയിൻ റോഡാണ്. വീട് പോണ വാവ്. കറങ്ങിച്ചാട് ജമ്പ്. വാവ്. अपना भूल गया क्या? നല്ല രസമുണ്ടായിരുന്നു കുട്ടികളെ കളിയാണ്. രണ്ടാമത്തെ സിയാറത്ത് കേന്ദ്രം. മാഷാ അല്ലാ. അതിനുള്ളിലോക്കി ഇന്ത്യൻ ഓടി. ഇന്ത്യന്റെ കൊടിക്ക് അത്ര വലിയ പരിഗണിക്കുന്നുള്ളൂ, അതാണ് പ്രശ്നം. മോദിന്റെ നാടാണ്, അതാണ് പറഞ്ഞത്. ഞാൻ ഗുജറാത്ത്. മാഷാ അല്ലാ, മാഷാ അല്ലാ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ. അസ്സലാമു അലൈക്കും. കേരള മാഷാ അല്ലാ. ഒരുപാട് മഹാന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അല്ലാ, ഒരുപാട് മഹാന്മാര് ഇവിടെ ഉണ്ട്. ഹാജി ഉസ്താദേ, ഷാജഹാൻ തങ്ങളുടെ ഉപ്പാന്റെ മക്ബറയിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ നോക്കൂ, പ്രാചീന കാലത്ത് വളരെ കാലങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ പള്ളിയാന്ന് തോന്നുന്നു. അതെ അതെ അതെ. ഒരു പഴമ ഇതിൽ കാണുന്നുണ്ട്, കല്ലുകൊണ്ടില്ലേ. നമ്മുടെ നാട്ടിലൊക്കെ കോൺക്രീറ്റ് കൊണ്ടൊക്കെ ചെയ്യുന്നത്, ഇവിടെ കല്ലുകൊണ്ട് മേൽക്കൂര. അധിക പള്ളികളും കല്ലുകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചത്. കുമ്പസാണ് ഇതിന് മുകളിലായി കാണാൻ കഴിയുന്നത്. മാഷാ അല്ലാ, ഒരു ഹസ്രത്ത് ഇവിടെ ഉണ്ട്. അസ്സലാമു അലൈക്കും. സലാം. അൽഹംദുലില്ലാഹ് ഖൈരിയത്ത്. हम केरला वाला चलो दुआ करो.
കേരള വാല കേരള വാല حقوقهم وبجاههم يسر عسيرنا وسر امورنا وقضي هوائجنا واشف امراضنا واشف امراض مرضانا وأد ديوننا ودفع عنا كل بلاء ومصيبة. അൽഹംദുലില്ലാ, നമ്മൾ ഈ മക്കാം സിയാറത്ത് ചെയ്തു. പക്ഷേ ഈ മക്കാമിനുള്ളിൽ നമുക്ക് ക്യാമറ കയറ്റാൻ കഴിഞ്ഞു. കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഏതായാലും സമയം 10-11 മണിയൊക്കെ നല്ല വെള്ളത്തിന് കഴിക്കുക, നല്ല ചൂടിൻ്റെ ഒരു സമയം തുടങ്ങുന്നുണ്ട്. ഏതായാലും ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കുക. അയ്യോ, കരിമ്പ് ജ്യൂസ് കുടിക്കണം. ഭായ് കിतना रुपये? 10 रुपये. 10 രൂപ മാഷാ അല്ലാഹ്. 10 രൂപക്ക് നല്ല അടിപൊളി ഈ ഗ്ലാസ്സിലാണല്ലേ. 10 രൂപയ്ക്ക് ലാഭമല്ല. നമ്മുടെ കേരളത്തിലൊക്കെ നല്ല അടിപൊളി 20 രൂപ നല്ല വലിയ ഗ്ലാസ് കിട്ടും. 20 ഇയാൾക്ക് തിരിയില്ലേ, മലയാളം തിരിയില്ല, ഇയാൾക്ക് ഇംഗ്ലീഷ് തന്നെ തിരിയുന്നില്ല. ഇംഗ്ലീഷ് തരിയാതെ ഇംഗ്ലീഷ് മാലു हिंदी एंड उर्दू ओनली. अच्छा है. 10 रुपया. ഓക്കെ ഏതായാലും കരിമ്പ് ജ്യൂസ് വന്ന മുതലായിട്ടുണ്ട് ഗൈസ്. भाई एक ग्लास उठा, एक ग्लास. അടിപൊളി അടിപൊളി അടിപൊളി. എന്താ എന്താ? ഓ अच्छा. ഓക്കെ അങ്ങനെ നമ്മളിതാ എന്താ ആ ബോർഡ് നോക്കി വായിച്ചോളൂ, മനസ്സിലായില്ല എന്താണ്. ഇവിടെ ചെരുപ്പ് വയ്ക്കണം. 3ാമത്തെ നമുക്ക് പറയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ്.
ഇവിടെയൊക്കെ ചേച്ചിമാരൊക്കെ ഈ മയിൽപ്പീലി കൊണ്ടാണ് അടിച്ചു വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചൂലാണ്. ഏതായാലും ഒരു വേറിട്ട സ്ഥലമാണല്ലോ, അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടാവും. വാവ്, ഒരുപാട് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണിത്. ഇവിടുത്തെ നിക്കാഹാണ് തോന്നുന്നു. നിക്കാഹ് ആ ഇവിടെ ഒരു നിക്കാഹ് നടക്കുകയാണ്. മാഷാ അല്ലാഹ്. ചെക്കനെ പരിചയപ്പെടാം. अस्सलाम वालेकुम, मैं केरला वाला हाँ केरला जाए हैं आप निकाल माशाल्लाह सब ओके अस्सलाम वालेकुम। अस्सलाम हाँ केरला में मलयालम मालूम नहीं, अല്ല हिंदी मालूम नहीं, तुम मलयालम मालूम? हाँ ओके इंशाल्लाह। अस्सलाम वालेकुम। अहमदाबाद भाई like a professional. No. Very awesome. कैसा हूँ? Thank you. Okay. अस्सलाम वालेकुम। Yes. He's from Gujarat. माशाअल्लाह। അങ്ങനെയല്ല, ഞങ്ങളിതാ അസർവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഏകദേശം എല്ലാവിധ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു ട്രിപ്പ് കഴിയുന്നവരെ പോകണം. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് റമദാനാണ്, അതിലൊക്കെ നമുക്ക് തുടരണം. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.